നിമേ, താൻ എന്നെ സ്നേഹിച്ചിരുന്നോ എപ്പോഴെങ്കിലും? ഒരല്പമെങ്കിലും? കുറച്ചു നേരത്തെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് കേശു അങ്ങനെ ചോദിക്കുമ്പോൾ വീണ്ടും മറുപടി പറയാനാകാതെ അവൻ നോക്കിയിരുന്നു പോയി നിമ. വെറുതെ ചോദിച്ചെന്നെങ്കിലുള്ളൂ. അറിയാനൊരു മോഹം. ഈ വൈകിയ വേളയിൽ ഇനി അറിഞ്ഞിട്ടും കാര്യമില്ലെന്നറിയാം. എങ്കിലും വിദൂരതയിലേക്ക് മിഴികൾ പായിച്ചു പറയുന്നവനെ നിമ വീണ്ടും ഒന്ന് നോക്കി. പിന്നെ മെല്ലെ പറഞ്ഞു തുടങ്ങി. ആദ്യമൊക്കെ ഭയമായിരുന്നു, പിന്നെ പിന്നെ ദേഷ്യമായത് പരിണമിച്ചു. ഇടയിൽ എപ്പോഴൊക്കെയോ വച്ചു നീട്ടിയ ഒരു നുള്ള സ്നേഹം പോലും ഞാൻ നെഞ്ചിൽ കൊണ്ട് നടന്നിരുന്നു. പക്ഷേ അന്ന് ആ രാത്രിയിൽ എന്നോട് കാണിച്ച ക്രൂരത, അതിൽ പിന്നെ എനിക്കൊട്ടും അംഗീകരിക്കാനോ സ്നേഹിക്കാനോ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്നെ സ്നേഹിച്ചിരുന്നു? എപ്പോഴൊക്കെയോ. അന്ന് ഭക്ഷണം വയർ തന്നപ്പോൾ, പിന്നെ വയ്യാതെ വീണ കടന്നപ്പോൾ സംരക്ഷണം നൽകിയപ്പോൾ, അങ്ങനെ എപ്പോഴൊക്കെയോ എൻ്റെ ഉള്ളിൽ ഒരു ഇഷ്ടം ഉടലെടുത്തിരുന്നു. പിന്നെ പിന്നെ ഒരു തരുമ്പും ഇല്ലാതെ. മനസ്സിലായി. അവനൊരു നെടുവീർപ്പോടെ പറഞ്ഞു. പുതിയ ജീവിതമൊക്കെ എങ്ങനെ? ഒരു ചിരി മുഖത്ത് വരുത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. നന്നായി പോകുന്നു. അവൾ നിറഞ്ഞ സന്തോഷത്തോടെ തന്നെയാണ് പറഞ്ഞത്. അന്നൊരിക്കെ താൻ പറഞ്ഞിരുന്നില്ലേ, ഞാൻ കെട്ടി താഴെ തനിക്കൊരു ബലാണെന്ന്? അതൊരിക്കലും ഒരവകാശമായിട്ട് കരുതിയിട്ടില്ലെന്ന് പറഞ്ഞിരുന്നു. പിന്നെ എപ്പം മുതലാണ് ആ താലി ഒരു ഭാരമായി തോന്നി തുടങ്ങിയത്? ജീവൻ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴോ? അല്ല, അതിനു മുന്നേ അന്ന് മിത്രേച്ചിയുടെ വീട്ടിൽ അവരോടൊപ്പം വന്നപ്പോൾ മുതൽ. അന്ന് മുതൽ എൻ്റെ മനസ്സിൽ നിന്ന്. മനസ്സിലായി. പക്ഷെ അവളെപ്പറ്റി ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അന്ന് താൻ കാര്യമായി പ്രതികരിച്ചതുമില്ല. അന്ന് നിങ്ങൾ ഇതേപോലെ എന്നോട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നില്ല. എല്ലാം അടിച്ചേൽപ്പിക്കുകയായിരുന്നു. എല്ലാം എൻ്റെ തെറ്റായിരുന്നു. ഇനിയൊന്നും തിരുത്താനും കഴിയില്ലല്ലോ. ചെറിയോടെ പറയുമ്പോഴും അവൻ്റെ ഉള്ളിൽ നീർന്നുണ്ടായിരുന്നു. അകത്തേക്ക് വരുന്നില്ലേ? ഇല്ല, താൻ വയ്ക്കൂ. എല്ലാവരോടും എന്തേ ഈ ദേഷ്യം? അത് അങ്ങനെയൊന്നുമില്ല. താൻ നടന്നു, ഞാൻ വന്നേക്കാം. എന്തോ അവളോട് അങ്ങനെ പറയാനാണ് അവന് തോന്നിയത്. പിന്നെ നടന്നു നീങ്ങുന്നവൾക്ക് കുറച്ച് പിന്നിലായി അവനും അകത്തേക്ക് നടന്നു. നിമയ്ക്ക് പിന്നിലായി നടന്നു വരുന്ന കേശുവിനെ കണ്ട എല്ലാവരും അതിശയിച്ചു പോയി. അമ്മ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് അവനെ നോക്കി നിന്നു. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു? ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ വാക്ക് മാറുന്നത്. ധനി വിദ്യയുടെ കാതോരം പറഞ്ഞു. വിദ്യ ജീവന്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. മിസ്റ്റർ ജീവേട്ടൻ, നിങ്ങളുടെ വെളുത്ത കൈകളല്ലേ ആ മനുഷ്യന്റെ മാറ്റത്തിന് പിന്നിൽ? അവളുടെ പറച്ചിൽ കേട്ട നുണക്കുഴി വിടർന്നൊരു ചിരി പാസാക്കി ജീവൻ. ഇപ്പൊ ഒരാശ്വാസം തോന്നുന്നില്ലേ തനിക്ക്? അരികിലായി നിൽക്കുന്നവളുടെ കാതോരം മെല്ലെ ചോദിക്കുന്നവനെ അവൾ ഒട്ടൊരു കുറുമ്പോടെ നോക്കി. എന്തേ ഇങ്ങനെ നോക്കണേ? ഞാൻ പറഞ്ഞ സത്യാലേ? അയാളോട് മിണ്ടിക്കഴിഞ്ഞപ്പോ ശരിക്കും ഒരു റിലീഫ് കിട്ടിയില്ലേ? ഒന്ന് മൂളിക്കൊണ്ടവൾ അവനെ തോളിലേക്ക് ചാഞ്ഞു. ഇങ്ങനെ ഒരാളെ കിട്ടാൻ എന്ത് പുണ്യമാണ് ചെയ്ത് മനസ്സിലോർത്തുപോയി നിമ. വിവാഹം കഴിഞ്ഞുടനെ എല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള തിരക്കിലായി. നന്നായി വിശക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും. പക്ഷെ ഒരാൾക്ക് മാത്രം അധികം വിശപ്പൊന്നും തോന്നിയില്ല. ഉള്ള കൂൾ ഡ്രിങ്ക്സ് എല്ലാം അടിച്ചു കയറ്റി വയറ് പൊട്ടാറിയ അവസ്ഥയാണ് പെണ്ണിന്. ഇട്ടിരുന്ന ലാശയുടെ പാവാടൊക്കെ ലൂസ് ആക്കിയിട്ടുകൊണ്ട് ഒരു മൂലയിൽ ഇരിപ്പാണ്. കൂട്ടിന് ധനവുമുണ്ട്. എടി, എനിക്ക് വിശക്കുന്നു. നീ പോയി കഴിക്കാൻ നോക്കു പെണ്ണേ, ഞാൻ ഇവിടെ ഇരുന്നോളാം. പിന്നെ ചിപ്സ് ശർക്കര വരട്ടിയും എടുക്കാൻ മറക്കണ്ട. തിരിച്ച് മധുവേച്ചിയുടെ വീട്ടിലോട്ട് പോകുമ്പോൾ കുറച്ചുകൊണ്ടിരിക്കാം. ഉത്തരവ് തമ്പ്രാട്ടി. ഉള്ള വെള്ളമെല്ലാം മടിച്ചു കയറ്റി പിരി വെട്ടിയിരിക്കുക. എന്നിട്ടും തിന്നുന്ന കാര്യം ചിന്തയുള്ളൂ പെണ്ണിന്. മെല്ലെ പറഞ്ഞിട്ടും ധനു ഭക്ഷണം കഴിക്കുന്നിടത്തേക്ക് പോയി. വിദ്യ കണ്ണടച്ചങ്ങനെ കിടന്നു. എടോ ആരെ വിളിക്കുന്നത് കേട്ടവൾ കണ്ണു വലിച്ചു തുറന്നു. മുന്നിലൊരു ഫ്രീക്കൻ പയ്യൻ. കണ്ണിൽ പച്ച ലെൻസാണോ അതോ ശരിക്കും ഇവന്റെ കണ്ണ് എങ്ങനെയാണോ? അവൾ ആലോചനയോടെ അവനെ തുറച്ചു നോക്കി. എടോ, വീണ്ടും അവന്റെ ശബ്ദം. എന്താടോ? അവൾക്ക് ദേഷ്യം വന്നു. അത് ഒന്ന് പറഞ്ഞു തുലയ്ക്ക്. മനുഷ്യനിവിടെ എളിയെടുത്ത് വളയിടാൻ വയ്യാത്ത അവസ്ഥ. അപ്പോഴാ ചെക്കൻ്റെ ഒരു ഡോഡും. അയ്യേ കൂതറ, എന്തൊരു കൾച്ചറൽ ലാംഗ്വേജ് ആണ് പറയുന്നത്. അവന്റെ വർത്തമാനം കേട്ട് ചൊറിഞ്ഞു വന്ന വിധിക്ക്. പക്ഷെ അവസ്ഥ മോശമായതുകൊണ്ട് അവൾ പ്രതികരിക്കാൻ പോയില്ല. തന്റെ ഡ്രസ്സ് നേരിട്, അത് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്, അല്ലാതെ തന്നെ ട്യൂൺ ചെയ്യാൻ വന്നൊന്നുമല്ല. കരിപ്പോടെ പറഞ്ഞിട്ട് പോകുന്നവനെ നോക്കിയിരിക്കാതെ തന്റെ ഡ്രസ്സിലേക്ക് നോട്ടം എറിഞ്ഞു വിദ്യ. ബസ്റ്റ് കാണാനുള്ളതൊക്കെ ആ പച്ച കണ്ണൻ കണ്ടിട്ട് പോയി. വയറിൽ നിന്നും മാറിക്കിടന്ന ഷോൾ വലിച്ച് നേരെയിട്ടവൾ പിന്നെ ലൂസ് ആക്കിയിട്ട് പാവാടയും കറക്റ്റ് ചെയ്തു. എന്നിട്ട് അവൻ പോയ വഴി ഒന്ന് കണ്ണോടിച്ചു. കുറച്ചപ്പുറത്ത് മാറി ഒരു പെണ്ണിനോട് സംസാരിച്ച് നിൽപ്പുണ്ട്. എന്നാലും അവനോട് അങ്ങനെ സംസാരിക്കണ്ടായിരുന്നു. മോശമായിപ്പോയി. വിട്ടവളെ ആന വലിച്ചാലും തിരികെ വരില്ലല്ലോ. അത് മനസ്സിൽ പറഞ്ഞിട്ടവൾ അവിടെ നിന്ന് എഴുന്നേറ്റു. ഞാൻ മോളെ പിടിക്കാം, താൻ പോയി കഴിച്ചിട്ട് വാ. അത് വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. പോയി കഴിച്ചിട്ട് വരൂ. ഞാൻ പറയുന്നത് കേൾക്ക് ജാനു. താൻ രാവിലെയും ഒന്നും മര്യാദയ്ക്ക് കഴിച്ചില്ലല്ലോ. മോളെങ്ങിതാ, എന്നിട്ട് പോയി കഴിക്ക്. ഏട്ടനും ഏട്ടത്തെയും തമ്മിൽ എന്താണ് ഒരു വാഗ്വാദം? കേശുവിന്റെ ചോദ്യം കേട്ട് ഇരുവരും ഒന്ന് ചമ്മി.
കഴിക്കാൻ പോവാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലടാ. ചെറുശ്ശേരിയോടെ ദച്ചു പറയുമ്പോൾ കേശുവിലേക്ക് ചിരി പടർന്നിരുന്നു. ജാനുവിന് കേശുവിനെ ഇഷ്ടമില്ല, ഇഷ്ടക്കേടുമില്ല. നിമ്മയുടെ ജീവിതം തകർത്തവൻ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. എന്നാൽ അവൻ കാണുകയാണല്ലോ നിമ്മയ്ക്ക് ജീവനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയത് എന്നോർക്കുമ്പോൾ ആ ചിന്ത അങ്ങ് മാറും. കുഞ്ഞി പെണ്ണിനെ ഇങ്ങ് താഴെത്തി, എന്നിട്ട് ഏട്ടനെയും കുട്ടി പോയി കഴിച്ചിട്ട് വാ. ജാനു ദച്ചുവിനെ നോക്കി. അവൻ കണ്ണുകൾ കൊണ്ട് സമ്മതം പറഞ്ഞതും അവൾ കുഞ്ഞിപ്പെണ്ണിനെ കേശുവിന് കൈമാറി. ദേ നിമേശി, നിങ്ങളുടെ ഹസ്ബൻഡ് ട്രോഫിയുമായി ഇങ്ങോട്ട് വരുന്നുണ്ട്. വിദ്യ നിമയെ തോണ്ടിക്കൊണ്ട് പറഞ്ഞു. കുഞ്ഞിപ്പെണ്ണ് കേശുവിന്റെ കയ്യിലിരുന്ന് എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുകയും അവന്റെ താടിയിലും മീശയിലും ഒക്കെ പിടിച്ചു വലിക്കുകയും ചെയ്യുന്നുണ്ട്. ഏട്ടത്തിന്റെ ഡ്രസ്സിൽ എന്തോ അഴുക്ക് പറ്റി. അവരത് മാറ്റാൻ പോയിട്ട് മധുവിന്റെ വീട്ടിലേക്ക് പോയി. നിങ്ങളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതും പറഞ്ഞ് കുഞ്ഞിനെ നിമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് കേശു കടന്നുപോയി. ഇത്രയും പേര് ഇവിടെ നിന്നിട്ട് അങ്ങേ കൊച്ചിനെ ആടെ കയ്യിൽ കൊടുത്തിട്ട് പോയെന്ന് കണ്ടോ ജീവേട്ടാ? നിങ്ങളൊന്ന് സൂക്ഷിച്ചോട്ടോ. ധനജീവിന്റെ കാതരം മെല്ലെ പറഞ്ഞിട്ട് അവന്റെ മുഖഭാവം ശരിക്കൊന്ന് വീക്ഷിച്ചു. അവിടെ ചിരിയാണ്. ആ ചിരിയോടെ തന്നെ അവൻ അവൾക്ക് കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു. അങ്ങനെയൊന്നും നിന്റെ ജീവേട്ടനെ വീട്ടിട്ട് പോകാൻ നിന്റെ നിമേശിക്ക് പറ്റത്തില്ല ധനോട്ടിയേ. അവന്റെ മറുപടി കേട്ട് ധനവും നിറഞ്ഞു ചിരിച്ചു. ചെക്കന്റെ വീട്ടിലേക്ക് കുറച്ചു ദൂരം ഉള്ളതുകൊണ്ട് നല്ല വാതിൽ നാളത്തേക്കാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൂരത്തുനിന്ന് വന്ന് വേണ്ടപ്പെട്ടവരെല്ലാം മോഹന്റെ വീട്ടിലാണ് തങ്ങുന്നത്. ഓഡിറ്റോറിയത്തിൽ നിന്നും 1/4 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു അവിടേക്ക്. അത്യാവശ്യം വലപ്പുള്ള ഒരു ഇരുനില വീടായിരുന്നു അവരുടേത്. കല്യാണ സദ്യ കഴിച്ച് യാത്ര ചെയ്തും ക്ഷീണിച്ചതുകൊണ്ട് തന്നെ എല്ലാവരും വന്ന പടി ഓരോ മുറികളെല്ലാം ഇടം പിടിച്ച് ചുരുണ്ടുകൂടി കിടന്നു. മുകളിലെ ഒരു മുറിയുടെ വാതിൽക്കൽ നഖവും കടിച്ചു നിൽക്കുന്ന ജാനുവിനെ കണ്ടുകൊണ്ടാണ് ജീവൻ കയറി വന്നത്. എന്താണോ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? ഒന്നുമില്ല. അവൾ അങ്ങനെ പറഞ്ഞെങ്കിലും ജീവൻ അകത്തേക്ക് നോക്കി. ബെഡിൽ കിടന്ന് സുഖമായി ഉറങ്ങുന്ന കുഞ്ഞും ബാത്റൂമിൽ നിന്ന് കുളിക്കുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട്. അപ്പോൾ അതാണ് പ്രശ്നം. ദച്ചുവേട്ടനോടൊപ്പം ഒരു മുറിയിൽ കഴിയാനൊരു ചാളിപ്പ്. ജാനു, ഞാനൊന്ന് പറഞ്ഞോട്ടെ, എത്ര നാൾ ഇങ്ങനെ അകന്നു നിൽക്കും താൻ? നിങ്ങൾ വിവാഹിതരായവരാണ്. ഒന്നിച്ചൊരു മുറിയിൽ കഴിയുന്ന കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. താൻ പോയി ആ കുഞ്ഞിനൊപ്പം കിടക്കാൻ നോക്ക്. ദച്ചുവേട്ടന് മനസ്സിലാവും അവിടെ വേറെ ഇടമില്ലാത്തത് കൊണ്ടല്ലേ. പിന്നെ കഴിയുമെങ്കിൽ അദ്ദേഹത്തെ ഉൾക്കൊള്ളുകയും ചെയ്യണം. പുതിയൊരു ജീവിതം തുടങ്ങാൻ ശ്രമിക്കുക വൈകാതെ. എനിക്ക് പിന്നെയും മടിയോടെ നിൽക്കുന്ന ജാനുവിനെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് കയറ്റി ജീവൻ. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി ഡോർ അടച്ചു. കൂളി കഴിഞ്ഞിറങ്ങിയ ദച്ചു കാണുന്നത് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ജാനുവിനെയാണ്. കുഞ്ഞു സുഖമായി ഉറങ്ങുകയാണ്. ദച്ചുവിനെ കണ്ടതും ജാനുവിന്റെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു. ജാനു, എന്തു പറ്റി? അവൻ ആവലാതിയോട് ചോദിച്ചു. അത് വേറെ റൂമിലൊന്നും ഇടയില്ലഞ്ഞിട്ടാ. ഞാൻ ഇവിടെ ജീവേട്ടൻ പറഞ്ഞു ഇവിടെ. വാക്കുകൾക്കായി പരതുന്നവളെ അവൻ ദയനീയമായി നോക്കി. എന്തിനാണോ ഇങ്ങനെ പരിഭ്രമിക്കുന്നത്? തറവാട്ടിൽ എന്റെ റൂമിലെ തന്നെ ക്ഷണിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല. അറിയാലോ എന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ എന്ന് മറക്കാൻ കുറച്ച് സമയം വേണമായിരുന്നു. അല്ലാതെ തന്നോട് ഇഷ്ടക്കുറവൊന്നും കൊണ്ടല്ല. പിന്നെ സത്യം പറഞ്ഞാൽ പേടിയാടും. ഞാനൊരു പരാജയമാണെന്ന് തോന്നിപ്പോവുക. ഇനിയിപ്പോ തനിക്കെന്നെ അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നൊരു ബാക്കി അവൻ പറയുമ്പോഴേ അവൾ അവന്റെ ചുണ്ടുകളിലേക്ക് കൈ ചേർത്തു. എനിക്കൊന്തൊരു ഇഷ്ടാ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ. പേടിച്ചിട്ടാ ഇത്രയും നാൾ പറയാതിരുന്നേ. എങ്ങനെ ഞാൻ പറയാ? എനിക്കറിയില്ലായിരുന്നു എങ്ങനെ പറയുന്നു. ചിരിയോടെയും കരച്ചിലോടെയും പറയുന്നവളെ തെച്ചു വട്ടം ചുറ്റിപ്പിടിച്ചു. തന്നെ നെഞ്ചിലേക്ക് അമർത്തി. അവന്റെ മിഴികളും നിറഞ്ഞൊഴുകി. പിന്നെ അവൻ അവളെ ചേർത്തി പിടിച്ചുകൊണ്ട് ബെഡിലേക്ക് ഇരുന്നു. പറ കേൾക്കട്ടെ, ജാനുവിന്റെ സങ്കല്പത്തിലെ പോലെ ഒരാളാണോ ഞാൻ? അങ്ങനെ ചോദിച്ചാ പറയാൻ എനിക്കൊരു ഉത്തരയില്ല. ഞാനൊന്നും സങ്കല്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു വിവാഹ ജീവിതം ഒന്നും ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. പിന്നെ അന്ന് വല്ലായ്മ വന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അറിയാൻ കഴിഞ്ഞു എനിക്കൊരിക്കലും ഒരമ്മയാവാനുള്ള ഭാഗ്യമില്ലെന്ന്. അപ്പോൾ പിന്നെ ഇങ്ങനെയൊരു ബന്ധം വന്നപ്പോൾ എനിക്കൊട്ടും ആലോചിക്കേണ്ടിയും വന്നില്ല. എനിക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ അമ്മയെ മാത്രം മതിയായിരുന്നു. അത് കേട്ടപ്പോൾ അവൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. എന്തോ അവൾ തന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് കേൾക്കാനൊരു കൊതി. പക്ഷേ ഇപ്പോൾ ഈ നെഞ്ചിൽ പറ്റിച്ചേർന്നതിന് നിന്നപ്പോൾ തൊട്ട് ഈ ജന്മം മുഴുവനും ഈ സ്നേഹം അനുഭവിച്ച് ജീവിക്കാൻ തോന്നും എനിക്ക്. പറഞ്ഞ് മുഴുവിപ്പിക്കും മുന്നേ തന്നെ അവൻ അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് മൂർധാവിൽ ഒരു മുത്തം ചാർത്തിയിരുന്നു. ജാനു, ഞാൻ ഒത്തിരി ഭാഗ്യവാനാണ്. അല്ലെങ്കിൽ പിന്നെ മനസ്സുകൊണ്ട് പോലും മറ്റൊരാളെ ആഗ്രഹിക്കാത്ത, സ്വപ്നം കാണാത്ത ജാനുവിനെ പോലെ ഒരു പെണ്ണിനെ എനിക്ക് കിട്ടുമായിരുന്നില്ല. ഞാനും അതെ ഭാഗ്യവതിയാണ്. നീമ പറഞ്ഞു കേട്ട അവളെ ജീവിത കഥകളിലെ ഏറ്റവും നല്ല ആളോടത്ത് ജീവിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായാലോ. അത് കേൾക്കെ പിന്നെയും അവൻ്റെ ആദരങ്ങൾ അവളുടെ മൂർധാവിൽ പതിഞ്ഞു. നിമേ, ആ മുടി ഒന്ന് ഒതുക്കി കെട്ടി വെക്കോ താന്? മൊത്തം എൻ്റെ മുഖത്തടവ് കിടക്കുന്നേ. ചെറിയൊരു ബെഡിന്റെ ഓരം ചേർന്ന് കിടക്കുന്ന നിമ്മയുടെ മുടി മുഴുവനും അരികിൽ കിടക്കുന്ന ജീവന്റെ മുഖത്താണ്. ചെരിഞ്ഞ് കിടന്നുകൊണ്ട് നിമ്മ അത് കണ്ടിരുന്നില്ല. അവൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് മുടി വാരി ചുറ്റി കെട്ടി വെച്ചു. കണ്ണിവ മായ്ക്കാതെ തന്നെ നോക്കി കിടക്കുന്നവനെ കാണി ഒരുതരം വെപ്രാളം തോന്നി നിമയ്ക്ക്. അവളെ ചുണ്ടിനു മീതെ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു.
എന്തു പറ്റിയടോ? ഞാൻ നോക്കുമ്പോഴേക്കും എന്തിനാ താനിങ്ങനെ നെർവസ് ആകുന്നത്? ഏതായാലും നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഒന്നും ഈ ഭൂഖണ്ഡത്തിൽ വെച്ച് നടക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് താൻ പേടിക്കണ്ട, കിടന്നോളൂ. അതും പറഞ്ഞവൻ മുകളിലേക്ക് നോക്കി കിടന്നു. അവൻ പറഞ്ഞതിന്റെ പൊരുൾ അറിയാതെ അവളും തിരിഞ്ഞു കിടന്നു. എപ്പോഴോ ഉറക്കത്തെ പുൽകി. നിമേശി, അങ്ങോട്ടൊന്ന് നോക്കി. ആ പച്ച കണ്ണുള്ള പയ്യനെ കണ്ടോ? ആ കണ്ടു. എന്തേ? അവൻ എത്ര പ്രായം കാണും? നീ എന്തിനാ വിദ്യയെ ഓന്റെ പ്രായമൊക്കെ തിരക്കുന്നേ? താൻ ഒട്ടൊരു ദേഷ്യത്തോടെ ചോദിച്ചു. വിദ്യയെ അത് ചെവിക്കൊള്ളാതെ വീണ്ടും നിമയെ തോണ്ടി ചോദ്യം ആവർത്തിച്ചു. പറ നിമേച്ചി, അവൻ എന്ത് പ്രായം വരും? ഒരു 14 അല്ലെങ്കിൽ ഒരു 15. ആ അപ്പൊ ഏറെക്കുറെ സെറ്റ്. ഹീസ് മൈ ബോയ്. അവനെ ഞാൻ വീഴ്ത്തിയിരിക്കും. എന്ത്? എങ്ങനെ? തന്നെ കണ്ണു വീഴ്ചയോട് ചോദിച്ചു. അവനെ എനിക്ക് വേണം. അവനെ ഞാനിങ്ങ് എടുക്കുക. അയ്യേ ചെളി, ഇങ്ങനെയാണെങ്കിൽ നീ വല്ല LKGയിലോ UKGയിലോ പോയി നോക്ക്. അതാകും ഇതിലും നല്ലത്. താനുവിൻ്റെ പറച്ചിൽ കെട്ട് വിദ്യയ്ക്ക് ചൊറിഞ്ഞു കയറി. ഞമ്മയ്ക്ക് ചിരിയും വന്നു. പിന്നെ എന്ത് തീരുമാനിച്ചുറപ്പിച്ചതുപോലെ വിദ്യ ആ പയ്യൻ നിൽക്കുന്ന ഭാഗത്തേക്ക് നടന്നു. കാവട് തുള്ളിയാ പോകുന്നേ. ട്രാജഡി ആകാതിരുന്നാൽ മതിയായിരുന്നു. ധനു നിയമയെ നോക്കി പറഞ്ഞു. ഇതൊക്കെ ഒരു തമാശയല്ലേ ധനു? അവൾക്കും കാണില്ല ആഗ്രഹങ്ങളൊക്കെ. ആ വിചിത്രമായ ആഗ്രഹങ്ങളാണെന്നേ ഉള്ളൂ. അപ്പോഴേക്കും ജീവൻ അവർക്കരികിലേക്ക് നടന്നു വന്നു. കേശുവേണ്ണ കണ്ടോ ജീവേട്ടാ? ധനി കുത്തി ചോദിച്ചും ജീവന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് കൈയിട്ടു. എന്നിട്ട് ദുഃഖം ചാലിച്ചു പറഞ്ഞു. ദേ ഇതിപ്പോ അങ്ങോട്ട് ഇറങ്ങി പോയുള്ളൂ ഇതിൽ നിന്ന്. അയ്യേ ഊള കോമഡി. വെറുതെ അല്ല ധ്യാൻ ചേട്ടൻ നിങ്ങളെ വയറ്റാട്ടി എന്ന് വിളിക്കുന്നത്. അവൻ അങ്ങനെ വിളിക്കുന്നതിൽ എന്താണ് കുഴപ്പം? ഗൈനക് ഡോക്ടറെ മലയാളം ആടി. അത് നിനക്കൊന്നും അതേപ്പറ്റി അറിവില്ല അഞ്ഞിട്ടാ ഇങ്ങനെ പൂച്ചിക്കുന്നത് അല്ല നിമക്കൊച്ചേ? അതെ അതെ, നീമ അതിനെ ശരി വെച്ചു. പിന്നൊന്നും ഇണ്ടാൻ നിൽക്കാതെ ജീവന്റെ കരുന്ന ഐഫോണും തട്ടിയെടുത്തുകൊണ്ട് തന്നെ കുറച്ച് മാറുന്ന സെൽഫി എടുക്കാൻ തുടങ്ങി. ജീവനും നിമയും അത് കണ്ട് ചിരിയോടെ നിന്നു. മിത്രയുടെ വിവരം വലതും പിന്നെ അറിഞ്ഞായിരുന്നു ഏട്ടത്തി. ദശുമാൻ വലതും പറഞ്ഞോ? സ്വകാര്യ സംഭാഷണങ്ങൾക്കിടയിൽ മധുമിതയുടെ അമ്മ അത് ചോദിക്കുമ്പോൾ എല്ലാവരിലും ഒരു അനിഷ്ടം നിറഞ്ഞു. എന്നാൽ ഒരു ചിരിയോടെ തന്നെ തെച്ചുവിന്റെ അമ്മ അതിന് മറുപടി നൽകി. മിത്രയുടെ അച്ഛൻ അവളെ ചതിയിൽ പെടുത്തിയവനെ ജയിലാക്കി. മിത്ര ഇപ്പോ ഒമാനിലാണ്. അവളെ അങ്ങളിന്റെയും ആന്റിക്കും ഒപ്പം. അതെ, എന്തായാലും നന്നായി. നാട്ടിലാണെങ്കിൽ പരസ്പരം കാണേണ്ടി വരും. ഇതാകുമ്പോൾ ഒരു പേടി വേണ്ട. അല്ലെങ്കിൽ തന്നെ എന്തിനാ പേടി? മധുവിന്റെ അമ്മയെ കുഞ്ഞിനെ വേണ്ടെന്ന് എഴുതി ഒപ്പിട്ടിട്ടാ ഓളന്നു പോയത്. അല്പ ദേഷ്യത്തോടെ അതിന് മറുപടി പറഞ്ഞത് രാഗിണിയാണ്. പിന്നെ അവർ അതേപ്പറ്റിയൊന്നും പറയാനോ ചോദിക്കാനോ നിൽക്കാതെ എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോയി. അങ്ങനെ ആ ചർച്ച പതി അവസാനിച്ചു. മധു, എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. താനത് എങ്ങനെ എടുക്കുമെന്നൊന്നും അറിയില്ല. പക്ഷെ പറയാതെ പോയാൽ എനിക്കൊരു സമാധാനം ഉണ്ടാകില്ല. എന്താ വസുവേട്ടാ? എന്താണേലും പറഞ്ഞോളൂ. അത് എനിക്ക് തന്നെ ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് പറയുമ്പോൾ വെറും ഒരു ഇഷ്ടമല്ല, തന്നെ വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിക്കാൻ തോന്നിയൊരിഷ്ടം. വസുവിന്റെ വാക്കുകൾ കേട്ട് തറഞ്ഞിന്ന് പോയി മധുമിത. എടോ, എനിക്കറിയാം തൻ്റെ മനസ്സ്. പക്ഷേ എനിക്ക് തോന്നിയത് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. തനിക്ക് ബാഡ് ഫീലിംഗ് ഉണ്ടായെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്ക്. ഇനി ഇതും പറഞ്ഞ് ഞാൻ തന്നെ ശല്യപ്പെടുത്താനും വരില്ല. പിന്നെ ഞാൻ പറഞ്ഞതിന്റെ പേരിൽ എന്നോട് മിണ്ടാതിരിക്കുകയും ചെയ്യരുത് പ്ലീസ്. മധുമിത മറുപടിയൊന്നും പറയാതെ നിന്നതുകൊണ്ട് പിന്നൊന്നും പറയാൻ നിൽക്കാതെ വസു ആൾക്കരികിൽ നിന്നും നടന്നു നീങ്ങി. മിഥിലയുടെ ചെക്കൻ വീട്ടിലെ വിരുന്നൊക്കെ കഴിഞ്ഞു. എല്ലാവരും തിരികെ പോകാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി യാത്ര പറച്ചിൽ നടത്തുകയാണ്. കേശു മാത്രം ആരോടും ഒന്നും മിണ്ടാതെ തന്റെ കാറിൽ കയറിയിരുന്നു. യാത്രയൊക്കെ പറഞ്ഞ് കാറിലേക്ക് കയറാൻ വരുന്നവരുടെ കുളത്തിൽ നിമിയെ കണ്ടവൻ അതിശയത്തോടെ നോക്കി. അപ്പോഴാണ് ഹെൽമറ്റും വെച്ചുകൊണ്ട് തന്റെ ബുള്ളറ്റിൽ കയറി നിമിഷം നേരം കൊണ്ട് പാഞ്ഞു പോകുന്ന ജീവനെ കണ്ടത്. ജീവേട്ടന് ഒരു എമർജൻസി കേസ്. ഫ്രണ്ടിന്റെ പേഷ്യന്റിന് എന്തോ ക്രിട്ടിക്കൽ കണ്ടീഷനാണത്രേ. നിമ ആരോടോ പറയുന്ന കേട്ടപ്പോൾ സമാധാനത്തോടെ കേശു സ്റ്റിയറിംഗിൽ താളം പിടിച്ചിരുന്നു. എന്താണെന്നറിയില്ല, ജീവനെ ഇപ്പോഴും വെറുപ്പോടെ അല്ലാതെ ചിന്തിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കേശുവിനും. തിരികെ തറവാട്ടിലെത്തുമ്പോൾ നേരം വൈകിയതും ചെന്നത് എല്ലാവരും ഫ്രഷായി അവരവരുടെ ഇടങ്ങളിലേക്ക് ചേക്കേറി. ജാനുവിന് ദച്ചുവിന്റെ മുറിയിലേക്ക് എൻട്രിയും കിട്ടി. കുഞ്ഞിപ്പെണ്ണ് പണ്ടിൽ വെച്ച് തന്നെ ഉറങ്ങിപ്പോയിരുന്നു. കുഞ്ഞിനെ ബെഡ് തട്ടിക്കുടഞ്ഞ് വിരിച്ചു ദച്ചുവാണ്. ആ നേരം ജാനു ഒരു ചീയുടെ കുഞ്ഞിനെയും എടുത്തു നടന്നു. കുഞ്ഞിനെ അവളുടെ കയ്യിൽ നിന്നും വാങ്ങി മേലെ ബെഡിലേക്ക് കിടത്തി ദച്ചു. എന്നിട്ട് ജാനുവിനെ കൈ നീട്ടി വിളിച്ചു. പിന്നെയും മടിച്ചു നിൽക്കുന്ന പെണ്ണിനെ എഴുന്നേറ്റ് ചെന്ന നെഞ്ചിലേക്ക് വലച്ചടിപ്പിച്ചു. ജാനു, പേടിയുണ്ടോ? എന്തിന്? അറിയില്ല. അറിയാത്തത് പലതും അറിയണ്ടേ? കൂറുമ്പോട് ചോദിക്കുന്നവനെ മേലെ തള്ളി മാറ്റാൻ ശ്രമിച്ചവൾ ഒരു ചിരിയോടെ അവൻ അവളെ വരിഞ്ഞു മുറുക്കി. ജാനു, കുറച്ച് വേദനയ്ക്കുള്ളൊരു സ്നേഹമാകും, സഹിക്കോ? പറ്റില്ലെങ്കിൽ വേണ്ടാട്ടോ, ഞാൻ നിർബന്ധിക്കില്ല. മറുപടി അവന്റെ നെഞ്ചിൽ ഒരു കുഞ്ഞു ചുമലം ചാർത്തിയവൾ പിന്നൊട്ടും മടിയാതെ അവൻ അവളെ തന്റെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് ബെഡ് ലക്ഷ്യമാക്കി നടന്നു. തന്റെ നെഞ്ചിൽ ഒരു പൂച്ച കുഞ്ഞിനെ പോലെ പറ്റച്ചേർന്ന് കിടക്കുന്ന പെണ്ണിനെ അവൻ കൊതിയോടെ സ്നേഹത്തോടെ നോക്കി.
എവിടെ കേട്ടു പറഞ്ഞ ചില വരികൾ അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. നമുക്ക് ചേരാത്ത ചിലർ ഇറങ്ങിപ്പോകുന്നത് അവിടേക്ക് നമുക്ക് ചേർന്ന ചിലർ കയറി വരാനാണ്.